ഹായ് എവരി വൺ, ദിസ് ഇസ് റിൻസി ഫ്രം ഗ്രോ മലയാളം ചാനൽ. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെ മാറുന്നത്. ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഓണർഷിപ്പ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിനേക്കാൾ ഇവിടെ കൂടി, ഏകദേശം 24.8% വേഴ്സസ് 24.3%. ഇനിയിപ്പം നിങ്ങൾക്ക് മാർക്കറ്റ് നീക്കം മനസ്സിലാക്കണമെങ്കിൽ DI ഇൻഫ്ലോസ് ട്രാക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2025 FIs ഏകദേശം 3 ലക്ഷം കോടി മൂല്യമുള്ള ഷെയർസ് വിറ്റിട്ടുണ്ട്. അതേസമയം നമ്മൾ നോക്കുകയാണെങ്കിൽ DIs ഏകദേശം 8 ലക്ഷം കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഫോറിൻ സെല്ലിന്റെ 2 ഇരട്ടിയിലധികം അവർ അബ്സോർവ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് DIs അവരുടെ എക്സ്പോഷർ കൂട്ടിയ സ്റ്റോക്സ് ആണ്. അപ്പൊ അവരുടെ ഫണ്ടമെന്റൽസും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുമ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഫീഡ്ബാക്കും അതുപോലെ ചാനലിന്റെ ഫീഡ്ബാക്കും നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് അതനുസരിച്ച് മുന്നോട്ടേക്ക് വീഡിയോസ് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ഓരോ കമന്റ്സും നമുക്ക് വാല്യൂബിൾ ആണ്. സോ ഡു കമന്റ് ബിലോ. ആദ്യത്തെ എസ്മി സ്മോൾ ക്യാപ് ഫണ്ടാണ്. റീസെന്റ് ഫയലിംഗ്സിൽ ഈ ഒരു ഫണ്ട് CF കൊമേഴ്ഷ്യൽ വർക്കിൽ അവരുടെ ടോട്ടൽ AUM അലോക്കേഷൻ 2% കൂട്ടുന്നുണ്ട്. അപ്പൊ ഇത് നമുക്കൊന്ന് സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കാം എന്താണ് ഈ കമ്പനി ആക്ച്വലി ചെയ്യുന്നതെന്ന്. അപ്പൊ CF കൊമേഴ്ഷ്യൽ വെഹിക്കിൾ കൺട്രോൾ സിസ്റ്റം ഇന്ത്യ ലിമിറ്റഡ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഇൻഡസ്ട്രിക്കായിട്ട് അഡ്വാൻസ് ബ്രേക്കിംഗ് സിസ്റ്റം അതുപോലെ വെഹിക്കിൾ കൺട്രോൾ ടെക്നോളജീസ് ഇവർ മാനുഫാക്ചർ ചെയ്യുന്നവരാണ്. അപ്പം ഇവരുടെ ബിസിനസ് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പ്യുവർ B2B മോഡലിലാണ് ഇവർ ഓടുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം ഇവർ പ്രൊഡക്ട്സ് ഡയറക്ട്ലി വെഹിക്കിൾ മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ OEMസിന് വിൽക്കുകയാണ് ചെയ്യുന്നത്. OEMസിൽ വരുന്ന പേരുകളാണ് ടാറ്റ മോട്ടോഴ്സ്, അശോക് ലെയ്ലാൻഡ് അതുപോലെ മഹേന്ദ്ര. ചില അഡ്വാൻസ് കോമ്പോണൻസിൽ ലൈക്ക് എയർ ബ്രേക്ക് സിസ്റ്റത്തിൽ കമ്പനി ഡൊമസ്റ്റിക് മാർക്കറ്റ് ഷെയറിൽ ഈവൻ നിയർ മോണോപോളി പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ ഒഫീഷ്യൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ CF കൊമേഴ്ഷ്യൽ സിംഗിൾ സെഗ്മെന്റിലാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. പക്ഷെ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ അവർ 3 സെഗ്മെന്റിൽ പ്രവർത്തിക്കുന്നത് മെയിൻ ആയിട്ട്. അപ്പൊ ആദ്യത്തെ OEM കോമ്പോണൻസ് ആണ്. ഇതാണ് മെയിൻ ബിസിനസ് വരുന്നത്. അപ്പൊ ഇവിടെ കമ്പനി എയർ ബ്രേക്സും ആന്റി ലോക്കിംഗ് ബ്രേക്കിംഗ് സിസ്റ്റം മാനുഫാക്ചർ ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് OEMസിന് ഇവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു സെഗ്മെന്റിൽ നിന്നാണ് ഏകദേശം 75% റവന്യൂ വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് വരുന്നതാണ് ആഫ്റ്റർ മാർക്കറ്റ് അതിലെ R&D സർവീസസ് ആണ്. അപ്പൊ ഇതിൽ വരുന്നതാണ് ജെന്യുവൻ സ്പെയർ പാർട്സ്, അപ്ഗ്രേഡ്സ് അതിലെ R&D സപ്പോർട്ടും. അപ്പൊ ഈ ഒരു സെഗ്മെന്റ് ആണ് റവന്യൂലേക്ക് ബാക്കി 26% ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ സ്കെയിലും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇൻഡസ്ട്രിയുടെ പെർസ്പെക്റ്റീവില് ഇന്ത്യയുടെ ഓട്ടോ കോമ്പോണന്റ് സെക്ടർ ഏകദേശം 6.7 ലക്ഷം കോടി മൂല്യമുണ്ട്. അതുപോലെ ഗ്ലോബലി എയർ ബ്രേക്ക് മാർക്കറ്റ് ഏകദേശം 57,000 കോടി എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ 9% CAGR വളരുമെന്നാണ് പ്രൊജക്ട് ചെയ്തേക്കുന്നത്. 2025 ഫൈനാൻഷ്യലിൽ CF കൊമേഴ്ഷ്യൽ വെഹിക്കിൾ കൺട്രോൾ സിസ്റ്റം ഇന്ത്യ ലിമിറ്റഡ് ഏകദേശം 3,800 കോടിയുടെ റവന്യൂ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എയർ ബ്രേക്ക് സിസ്റ്റത്തിൽ ഏകദേശം 80 മുതൽ 85% മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ ഓർക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. ഇങ്ങനെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ കമ്പനിയുടെ ഡിമാൻഡ് മെയിൻലി ടാറ്റ മോട്ടോഴ്സ്, അശോക് ലെയ്ലാൻഡ് പോലത്തെ OEMസിന്റെ വെഹിക്കിൾ സെയിൽസിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് സൈക്കിൾ ഇവിടെ വരുന്നത്. ഇപ്പം നമ്മളിവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2025 ഫൈനാൻഷ്യലിൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഇൻഡസ്ട്രി ഇയർ ഓവർ ഇയർ ഏകദേശം 5.4% ഡിക്ലൈൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ റവന്യൂ ഗ്രോത്ത് സ്ലോ എന്ന് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരുടെ ഫൈനാൻഷ്യൽസ് നോക്കാം. അപ്പൊ നമ്മുടെ ഫൈനാൻഷ്യൽസ് നോക്കിയാൽ കഴിഞ്ഞ 3 വർഷത്തിൽ CF കൊമേഴ്ഷ്യൽ വെഹിക്കിൾ കൺട്രോൾ സിസ്റ്റം ഇന്ത്യ ലിമിറ്റഡ് 15% സെയിൽസ് CAGR നൽകിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ്, ഓപ്പറേറ്റിംഗ് മാർജിനും സ്ട്രക്ചറിൽ ഇവിടെ ഇംപ്രൂവ് ആവുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ റവന്യൂവിന് വെച്ച് നമ്മൾ നോക്കുമ്പോൾ റോ മെറ്റീരിയൽ അതിലെ അതർ എക്സ്പെൻസ് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുണ്ട്. അപ്പൊ പ്രോഫിറ്റ് ഗ്രോത്ത് ഈവൻ സ്ട്രോങ് ആയിരുന്നു. ഇപ്പൊ 3 ഇയർ പ്രോഫിറ്റ് CAGR 52% ആണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, ഈ ഒരു പ്രോഫിറ്റ് ഗ്രോത്തിന്റെ ഒരു പാർട്ട് അതർ ഇൻകത്തിൽ നിന്നാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ ഇയർ ഓവർ ഇയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതും വളരുന്നുണ്ട്. ഇപ്പം ഇത് പ്രോഫിറ്റിനെ 32% ഇവിടെ അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് മെയിൻലി ഇൻട്രസ്റ്റ് ഇൻകത്തിൽ നിന്നാണ് ഇവിടെ വരുന്നത്. അതുപോലെ ഇതിന്റെ ഗ്രോത്ത് കാരണം നമ്മൾ ഇവിടെ മോണിറ്റർ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമായിട്ട് മാറുന്നുണ്ട്. ഇനി നമ്മൾ ലേറ്റസ്റ്റ് നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ഗ്രോത്ത് കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് നിന്നു. ഇപ്പൊ സെയിൽസ് ഇയർ ഓവർ ഇയർ 12% കൂടി 1075 കോടിയായി. അപ്പൊ ഇവിടെ ബിസിനസ് ഗ്രോത്ത് വേഗത്തിലാകാനായിട്ട് കാരണം ആയത് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ അഡോപ്ഷൻ ആണ്. അപ്പൊ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് വാഹനങ്ങൾ സ്കിഡ് ആകുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സേഫ്റ്റി സിസ്റ്റം ആണ്. അപ്പൊ ഗവൺമെന്റ് 2025 സെപ്റ്റംബർ മുതൽ ബസ്സുകളിൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ നിർബന്ധമാക്കി. അപ്പൊ കോസ്റ്റ് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പിക്ചർ ഇവിടെ ബാലൻസ് ആയിട്ട് നിന്നു. എക്സ്പെൻസ് ഏകദേശം 11.6% വളർന്നു. അതിൽ റോ മെറ്റീരിയൽ കോസ്റ്റ് ഏകദേശം 11% കൂടി. അപ്പൊ ഇത് റവന്യൂനുമായിട്ട് എന്താണ് മാച്ച് ആയിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഇത് കാരണം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 18% സ്റ്റേബിൾ ആയിട്ട് നിന്നു. അപ്പൊ അതുകൊണ്ട് ഇവിടെ നെറ്റ് മാർജിൻ ഏകദേശം 13% ഇവിടെ സ്റ്റേബിൾ ആയിട്ട് ഇവിടെ നിന്നു. ഇനി നമുക്ക് ഇവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് എന്താണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പൊ മാനേജ്മെന്റ് ഫോക്കസ് റെഗുലേഷൻ ലെഡ് സേഫ്റ്റി ടെക് ആൻഡ് ഇലക്ട്രിഫിക്കേഷൻ ആണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെഹിക്കിളിൽ നിന്ന് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ESC മാൻഡേറ്റ് വന്നതിന് ശേഷം വാഹനങ്ങളിൽ ESC സിസ്റ്റം നിർബന്ധമായി. അതുകൊണ്ട് തന്നെ കമ്പനികൾക്ക് കൂടുതൽ യൂണിറ്റ്സ് ഇപ്പം വേണം. അപ്പൊ അത് കാരണം ഓർഡേഴ്സ് ഇപ്പോൾ ഓൾറെഡി കൂടി.
മുമ്പ് ഒരു മാസം 1500 മുതൽ 2000 യൂണിറ്റ്സ് മാത്രം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഇപ്പൊ ഡിമാൻഡ് കൂടിയതുകൊണ്ട് 3500 മുതൽ 4000 യൂണിറ്റ്സ് വരെ ആയിട്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഏകദേശം 2025 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും AD/AS റെഗുലേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. നിലവിലെ കമ്പനിയുടെ ബേസ് ലൈൻ കോണ്ടന്റ് പെർ വർക്കിൽ 44,000 രൂപ വരെയാണ്. ഇപ്പം ESC അതുപോലെ തന്നെ AD/AS പോലത്തെ സിസ്റ്റംസ് ആഡ് ചെയ്താൽ വാഹനങ്ങളുടെ വാല്യൂ നല്ലപോലെ ഇവിടെ കൂടാം. PSC പ്രൈസിങ് ഏകദേശം 20,000 മുതൽ 25,000 രൂപയാണ്. അതുപോലെ AD/ASഉം സെയിം പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്നത്. രണ്ട് സിസ്റ്റം കൂടി വരുമ്പോൾ ഒരു വാഹനത്തിന് ഏകദേശം 50,000 രൂപ വരെ അഡീഷണൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിന്റെ ഒപ്പം CF കൊമേഴ്ഷ്യൽ വെഹിക്കിൾ കൺട്രോൾ സിസ്റ്റം ഇന്ത്യ ലിമിറ്റഡ് LCV സെഗ്മെന്റിലേക്കും കൂടി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹെവി ട്രക്ക് സൈക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കാനായിട്ട്. അപ്പൊ മാനേജ്മെന്റ് പ്രകാരം ഈ ഒരു സെഗ്മെന്റ് 2030 വരെ ഏകദേശം 800 കോടി റവന്യൂ പൊട്ടൻഷ്യൽ നേടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഇനിയിപ്പം നമ്മൾ വേറൊരു സൈഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കമ്പനി ഇൻവെന്ററി ഡേയ്സ് ഇവിടെ കൂടുവാണ്. മെയിൻലി ഡെറ്റേഴ്സ് ഡേ അതുപോലെ ഇൻവെന്ററി ബിൽഡപ്പ് കാരണം. അപ്പൊ ഇതിന് ക്യാഷ് ഫ്ലോയിൽ ഒരു ഡയറക്റ്റ് ഇമ്പാക്ട് ഉണ്ട്. അപ്പൊ ഇത് കാരണമാണ് ക്യാഷ് ഫ്രോം ഓപ്പറേഷൻ ടു പ്രോഫിറ്റ് റേഷ്യോസ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് സെപ്റ്റംബർ 2025 ആയപ്പോഴേക്കും റിസീവബിൾസ് കുറഞ്ഞു. കാരണം മാനേജ്മെന്റ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തു. അതുപോലെ തന്നെ ഡെറ്റേഴ്സ് കളക്ഷൻ ഇവിടെ ആക്റ്റീവ്ലി അവർ ഇവിടെ പുഷ് ചെയ്തു. എന്നാൽ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ചില റിസ്ക് ഉണ്ട്. ആദ്യത്തെ റിസ്ക് വരുന്നത് ഗ്ലോബൽ ഡിമാൻഡ് വോളറ്റിലിറ്റി ആണ്. ഇനിയിപ്പോ രണ്ടാമത്തെ റിസ്ക് വരുന്നത് വാല്യൂഷൻ റിസ്ക് ആണ്. ഇപ്പൊ സ്റ്റോക്ക് ഏകദേശം 50x P-ന്റെ അടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. PG ഏകദേശം 1 അപ്പൊ ഇവിടെ ഗ്രോത്ത് സ്ട്രോങ് ആയ PG അട്രാക്റ്റീവ് ആയിട്ട് ഇവിടെ തോന്നും. ഹിസ്റ്റോറിക്കലി പ്രോഫിറ്റ് ഗ്രോത്ത് ഏകദേശം 50% ഉണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത ക്വാർട്ടേഴ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ സെയിൽസും പ്രോഫിറ്റ് ഗ്രോത്തും സ്ലോ ആവുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വാല്യൂഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. അപ്പൊ ഇതുകൂടാതെ ഈവൻ ട്രേഡ് റിസീവബിൾസ് കുറയുന്നതിന് ശേഷം ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട്. 2025 ഫൈനാൻഷ്യലിൽ റിസീവബിൾസ് ആസ് എ പെർസെന്റേജ് ഓഫ് സ്റ്റിൽ ഇവിടെ കൂടുവാണ്. സോ ഈ ഒരു ട്രെൻഡ് നമ്മൾ ഇവിടെ മോണിറ്റർ ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് മിഡ് ക്യാപ് ഫണ്ട്സിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് അവരുടെ ഓവറോൾ AUM അലോക്കേഷൻ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റിലേക്ക് 1.08% കൂട്ടുന്നുണ്ട്. അപ്പൊ നമുക്കിത് സിമ്പിൾ ആയിട്ടൊന്ന് നോക്കാം എന്താണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ചെയ്യുന്നതെന്ന്. അപ്പൊ ഇത് ഇന്ത്യയിലെ നവരത്ന PSU ആണ്. അതുപോലെ ഇന്ത്യയിലെ ലീഡിംഗ് ഡിഫൻസ് ഇലക്ട്രോണിക് സ്പേസ് ആണ്. അപ്പൊ ഇവരുടെ ബിസിനസ് സിമ്പിൾ ആണ്. ഇവർ പ്രൊഡക്ട്സ് ഡയറക്ട്ലി ഡിഫൻസ് ഫോഴ്സ് അതുപോലെ തന്നെ ഗവൺമെന്റ് ഏജൻസിയിലേക്ക് ഇവിടെ സപ്ലൈ ചെയ്യും. അതായത് B2B അതുപോലെ B2G മോഡൽ. അപ്പൊ ഏകദേശം 90% റവന്യൂ മെയിൻ ഡിഫൻസ് ഇലക്ട്രോണിക്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇതിൽ വരുന്നതാണ് റഡാസ്, മിസൈൽ സിസ്റ്റം, അതുപോലെ മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ് അതുപോലത്തെ സ്ട്രാറ്റജിക് സിസ്റ്റംസ് ഇവിടെയുണ്ട്. ബാക്കി 10% നോക്കുവാണെങ്കിൽ റവന്യൂയുടെ വരുന്നത് സർവീസിൽ നിന്നാണ് വരുന്നത്. ലൈക്ക് ഇൻസ്റ്റലേഷൻ, മെയിൻ്റെനൻസ് കോൺട്രാക്ട്സ്, റിപ്പയർ അതുപോലെ ലൈഫ് സൈക്കിൾ സപ്പോർട്ടും. അപ്പൊ ഇത് കൂടുതലും റെക്കറിംഗ് നേച്ചർ ആണ്. അപ്പൊ നമ്മളിവിടെ ഇൻഡസ്ട്രി സൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഡിഫൻസ് ഇലക്ട്രോണിക്സ് മാർക്കറ്റ് ഏകദേശം 68,500 കോടിയുടെ മൂല്യമുണ്ട്. അപ്പൊ നമ്മളിവിടെ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ 2025 ഫൈനാൻഷ്യൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് 23,769 കോടിയുടെ റവന്യൂ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഈ ഒരു സ്പേസിൽ ഏകദേശം 35% ഷെയർ ആണ്. അതുപോലെ ഈ ഒരു മാർക്കറ്റ് 2032 ആകുമ്പോഴേക്കും 1,04,000 കോടി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 6% ഗ്രോത്ത് ആണ് ഇവിടെ കാണിക്കുന്നത്. എന്നാലും ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഉണ്ട് നിങ്ങൾ നോട്ട് ചെയ്യാൻ. അപ്പൊ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഓൾമോസ്റ്റ് ഒരു മെയിൻ കസ്റ്റമർ മാത്രമാണ് മിനിസ്റ്റർ ഓഫ് ഡിഫൻസ്. അപ്പൊ ഇതിന്റെ അർത്ഥം സപ്ലൈസ് ഒരുപാടുണ്ട്, പക്ഷെ ഇവിടെയുള്ള ബയേഴ്സ് പവർഫുൾ ആണ്, അതുപോലെ സെൻട്രലൈസ്ഡും ആണ്. ഇനി നമ്മളിപ്പം ഫൈനാൻഷ്യൽ പെർഫോമൻസിലേക്ക് വരുമ്പോൾ പിക്ചർ കുറച്ചും കൂടി സ്ട്രോങ് ആണ്. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തിൽ സെയിൽസ് CAGR ഏകദേശം 16%, അതുപോലെ പ്രോഫിറ്റ് CAGR ഏകദേശം 30%. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസി മെയിൻലി കോസ്റ്റ് കൺട്രോൾ എന്നാണ് വന്നത്. റവന്യൂവിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ എംപ്ലോയി കോസ്റ്റും റോ മെറ്റീരിയൽ കോസ്റ്റും ഇവിടെ ഇയർ ഓവർ ഇയർ ഡിക്ലൈൻ ആവുകയാണ്. അതേസമയത്ത് അതർ ഇൻകം ഷെയർ നമ്മൾ നോക്കുകയാണെങ്കിൽ പതുക്കെ ഇവിടെ കുറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം കഴിഞ്ഞ 12 മാസത്തിൽ പ്രോഫിറ്റ് കൂടുതൽ ഓപ്പറേഷൻ ഡ്രിവൻ ആവുന്നുണ്ട്. അപ്പൊ ഇത് കാരണം റിട്ടേൺ റേഷ്യോസ് ലൈക്ക് ROCയും ROയും നെറ്റ് പ്രോഫിറ്റിന്റെ ഒപ്പം തന്നെ നല്ലപോലെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പം ലേറ്റസ്റ്റ് ക്വാർട്ടർലി നമ്പേഴ്സ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഡിസംബർ 2025 ക്വാർട്ടറിൽ ഇയർ ഓവർ ഇയർ സെയിൽസ് ഏകദേശം 24% കൂടി 7,154 കോടിയായി. അപ്പൊ മാനേജ്മെന്റ് പറയുന്ന പ്രകാരം ബില്ലിംഗ് ആക്സിലറേറ്റ് ആയി. കാരണം ചില വലിയ ഡിഫൻസ് പ്രോജക്ടിന്റെ ഡെലിവറി മൈൽ സ്റ്റോൺ ഇവിടെ എത്തി. അപ്പൊ എക്സ്പെൻസും ഏകദേശം 23% കൂടി. അപ്പൊ അതുകൊണ്ട് ഗ്രോത്ത് ബാലൻസ് ആയിട്ട് തന്നെ ഇവിടെ നിന്നു. ഇനി ഇവിടുത്തെ ഒരു പോസിറ്റീവ് പോയിന്റ് എന്താന്ന് വെച്ചാൽ അതർ എക്സ്പെൻസ് 15% ഇവിടെ കുറഞ്ഞു. ഇത് കോസ്റ്റ് കൺട്രോൾ ഉണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ ഇത് പ്രോഫിറ്റബിലിറ്റിയിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 29.7% വരെ ഇംപ്രൂവ് ആയി. നോൺ ഓപ്പറേറ്റിംഗ് സൈഡിൽ അതർ ഇൻകം ഏകദേശം 25% കുറഞ്ഞു. മെയിൻലി ഇൻട്രസ്റ്റ് ഇൻകം കുറഞ്ഞതുകൊണ്ടാണ്. അപ്പൊ അതിന്റെ റിസൾട്ട് ആയിട്ട് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഏകദേശം 22% സ്റ്റേബിൾ ആയിട്ട് തന്നെ നിന്നു. ഇപ്പം ഡിഫൻസ് കമ്പനീസ് അനലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് മെട്രിക് ആണ് ഓർഡർ ബുക്കും എക്സിക്യൂഷൻ റേറ്റും. അപ്പോൾ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജാനുവരി 2026 വരെ ഓർഡർ ബുക്ക് 73,450 കോടിയാണ്. 2025 ഫൈനാൻഷ്യൽ റവന്യൂന്റെ ഏകദേശം 23,769 കോടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ബാക്ക്ലോഗ് ഏകദേശം 3x ആനുവൽ റവന്യൂ കവർ ചെയ്യുന്നുണ്ട്. അതായത് 3+ ഇയേഴ്സ് പൈപ്പ് ലൈൻ ഉണ്ട്. ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ കോവിഡ് പീരീഡിൽ ഓർഡർ ബുക്കും എക്സിക്യൂഷൻ റേറ്റും ഇവിടെ ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ടുണ്ട്.
പക്ഷെ റീസെന്റ് ക്വാർട്ടേഴ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൺവേർഷൻ റേറ്റ് ഇവിടെ ഇംപ്രൂവ് ആയി. അപ്പൊ അതുകൊണ്ട് സെയിൽസ് ഗ്രോത്ത് ഇവിടെ കൂടി. ഇപ്പം ക്യാഷ് കൺവേർഷൻ സൈഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കുക. റിസീവബിൾ ഡേയ്സ് 2014 233 ദിവസം നിന്ന് ഇപ്പൊ ഏകദേശം 133 മുതൽ 140 ദിവസം വരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ക്യാഷ് ഫ്ലോയും വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളും ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ വേറൊരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻവെന്ററി ഡേയ്സ് 273 ദിവസം വരെ കൂടി, പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞിട്ട് കൂടിയിട്ടുണ്ട്. അതിന്റെ ഒപ്പം ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഇവിടെ കുറയുന്നുണ്ട്. അപ്പൊ അത് ഗുഡ്സ് റിലേറ്റീവ്ലി പതുക്കെയാണ് മൂവ് ചെയ്യുന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പേപ്പറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇൻവെന്ററി കൂടുന്നെന്ന് പറയുമ്പോൾ നെഗറ്റീവ് പോലെ നമുക്ക് തോന്നും. പക്ഷേ ഇവിടെ ആക്ച്വലി എന്താണ് നടക്കുന്നത്? ഇവിടുത്തെ റീസൺ സിമ്പിൾ ആണ്. കമ്പനി ഇപ്പൊ ജസ്റ്റ് കോമ്പൗണ്ട് സപ്ലൈ ചെയ്യുന്നത് മാത്രമല്ല ചെയ്യുന്നത്, പകരം വലിയ ഡിഫൻസ് സിസ്റ്റം ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. മിസൈൽ സിസ്റ്റവും ഇലക്ട്രോണിക് വാർഫെയർ പ്ലാറ്റ്ഫോംസ് പോലെയുള്ളത്. അപ്പൊ ഇതിനൊക്കെ വളരെ ലോങ് പ്രൊഡക്ഷൻ സൈക്കിൾ ആണ് ഉള്ളത്. കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫൻസ് ഇലക്ട്രോണിക്സിൽ ഏകദേശം 20 മുതൽ 30% കോമ്പോണൻസ് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പറയുവാണെങ്കിൽ സെമി കണ്ടക്ടേഴ്സ്. അപ്പം ജിയോ പൊളിറ്റിക്കൽ ഡിസ്റപ്ഷൻ കാരണം ഡിലേസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കമ്പനിയുടെ ബഫർ ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇൻവെന്ററി ഡേയ്സ് ഇവിടെ കൂടുതലായിട്ട് ഇവിടെ കാണിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കിയാൽ മാനേജ്മെന്റ് നിയർ ടേമിൽ ഏകദേശം 15% റവന്യൂ ഗ്രോത്ത് ഇവിടെ ഗൈഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി 2025 ഫൈനാൻഷ്യലിൽ ഇത് ഏകദേശം 17% ആയിരുന്നു. ഇപ്പം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ടോട്ടൽ റവന്യൂ ജസ്റ്റ് 3 മുതൽ 4% മാത്രം എക്സ്പോർട്സിലാണ് വരുന്നത്. ഏകദേശം 90% ബിസിനസ് ഇന്ത്യൻ ഡിഫൻസ് ഓർഡേഴ്സിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് മാനേജ്മെന്റ് ലോങ് ടേമിൽ എക്സ്പോർട്ടിൽ 10% വരെ കൂട്ടാൻ വേണ്ടി ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. ഇവിടെ TTM ബേസിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഏകദേശം 2700 കോടിയിലധികം സ്റ്റേബിൾ എക്സ്പോർട്ട് റവന്യൂ സ്ട്രീം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഈക്വൽ ആണ്. അപ്പം ഇതിനു വേണ്ടി കമ്പനി യൂറോപ്പിന്റെ മിലിറ്ററി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഡിഫൻസ് എക്യുപ്മെന്റ്സ് ഇവിടെ വാങ്ങുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡിഫൻസ് ഇലക്ട്രോണിക് ഫ്യൂസസ് C41 സൊല്യൂഷൻ ഫ്രണ്ട്ലി നാഷൻസിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് റിസ്ക് ഒഴിവാക്കാൻ സാധിക്കുന്ന ഒന്നല്ല. ആദ്യത്തെ വരുന്ന സപ്ലൈ ചെയിൻ റിസ്ക് ആണ്. സ്ട്രോങ് ഇൻഡിജൈസേഷൻ ഉണ്ടെങ്കിലും ഏകദേശം 20 മുതൽ 30% ഭാരത് ഇലക്ട്രോണിക്സിന്റെ കോമ്പോണൻസ് ഇമ്പോർട്ടഡ് സെമി കണ്ടക്ടേഴ്സിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇമ്പാക്ട് Q1 FY26 കാണിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഇറാൻ ടെൻഷൻ കാരണം കോമ്പൗണ്ട് ഡെലിവറീസ് ഡിലേ ആയി. അപ്പൊ അതുകൊണ്ട് ഏകദേശം 200 കോടി റവന്യൂ അതിനെ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 10% ഗ്രോത്ത് ടാർഗറ്റ് 5% വരെ ആയിട്ട് ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത വർക്കിംഗ് ക്യാപിറ്റൽ പ്രഷറാണ് ഇവിടെ വരുന്നത്. ഇപ്പൊ ഡിഫൻസ് പ്രൊജക്ട്സിൽ പ്രൊഡക്ഷൻ സൈക്കിൾ വളരെ കൂടുതലാണ്. അപ്പൊ അതിന്റെ ഒപ്പം സെമി കണ്ടക്ടർ ഷോർട്ടേജ് ഒഴിവാക്കാനായിട്ട് കമ്പനി ബഫർ ഇൻവെന്ററി ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇൻവെന്ററി ഡേയ്സ് ഇവിടെ സ്ട്രക്ചറലി കൂടുതലായിട്ട് തന്നെ ഇവിടെ ഇരിക്കും. ലാസ്റ്റ്ലി വാല്യുവേഷൻ റിസ്ക് ആണ് വരുന്നത്. ഇപ്പൊ സ്റ്റോക്ക് ഏകദേശം 53x PE ട്രേഡ് ചെയ്യുന്നത്. 5 മീഡിയൻ ഏകദേശം 30x ആണ്. അതെ, ഇൻഡസ്ട്രി വാല്യുവേഷൻ ഇവിടെ ഹൈ ആണ്. പക്ഷെ വാല്യുവേഷൻ കംഫർട്ട് ഇവിടെ കുറവായിട്ട് തോന്നാം. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തിൽ സെയിൽസ് ഗ്രോത്ത് ഏകദേശം 16% മാത്രമായിരിക്കുമ്പോൾ ഇത്ര ഹൈ പ്രീമിയം വാല്യുവേഷൻ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടമായിട്ട് നമുക്ക് ഇവിടെ തോന്നാം. ഇനി നമുക്ക് ഫ്ലെക്സി ക്യാപ് കാറ്റഗറി നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഹീലിയോസ് ക്യാപിറ്റൽ ICICI പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയിലെ AUM അലോക്കേഷൻ ഏകദേശം 1.2% കൂടുതലാക്കി. ഇപ്പം ബിസിനസ് നമുക്ക് സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കാം. അപ്പൊ ICICI പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനി ലിമിറ്റഡ് ഒരു ലീഡിംഗ് AMC ആണ്. അപ്പൊ ഇതിന്റെ മോഡൽ സിമ്പിൾ ആണ്. കമ്പനി AUM ൽ നിന്ന് മാനേജ്മെന്റ് ഫീസ് ഇവിടെ ചാർജ് ചെയ്ത് റിക്കറിംഗ് ഇൻകം ഇവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ മ്യൂച്വൽ ഫണ്ട്സ് പോലെയുള്ളതിൽ നിന്ന്. അപ്പൊ ബിസിനസ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രോഡ്ലി 3 വെർട്ടിക്കൽസ് ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ വരുന്നത് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അപ്പൊ ഇതിൽ ഇക്വിറ്റിയും ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് സ്കീംസും ഉണ്ട്. അപ്പൊ ഇതാണ് മെയിൻ ബിസിനസ്. അപ്പൊ ടോട്ടൽ റവന്യൂവിൽ ഏകദേശം 92% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിനൊപ്പം 90%-ലധികം SIP ഫ്ലോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 5 വർഷത്തിലധികം ടെന്യൂർ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേബിൾ റിക്കറിംഗ് റവന്യൂ ഇവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ സെഗ്മെന്റ് വരുന്നത് ഓൾട്ടർനേറ്റീവ്സ് ആണ്. അപ്പൊ ഇതിൽ പ്രൈവറ്റ് ക്രെഡിറ്റ്, റിയൽ എസ്റ്റേറ്റ് ഈൽഡ് ഫണ്ട്സ്, ലോങ് ഷോർട്ട് സ്ട്രാറ്റജീസ് പോലെയുള്ള പ്രൊഡക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ 7% റവന്യൂ വരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ സെഗ്മെന്റ് വരുന്നത് ഓഫ് ഷോർ അഡ്വൈസറി ആണ്. അപ്പൊ ഇവിടെ നിന്നാണ് ബാക്കി ഏകദേശം 1% കോൺട്രിബ്യൂഷൻ ഇവിടെ വരുന്നത്. ഇനി നമ്മൾ ഇൻഡസ്ട്രി പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കിയാൽ ഇന്ത്യയുടെ മ്യൂച്വൽ ഫണ്ട് AUM ഫെബ്രുവരി 2026 വരെ നോക്കുകയാണെങ്കിൽ 82 ലക്ഷം കോടി ക്രോസ് ചെയ്തു. ICICI പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനി ലിമിറ്റഡ് ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റ് ലീഡർ ആണ്. ഏകദേശം 13% മാർക്കറ്റ് ഷെയർ ഉണ്ട്. അപ്പൊ കഴിഞ്ഞ 5 വർഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഓൾമോസ്റ്റ് ഡബിൾ ആയി. അതുപോലെ എസ്റ്റിമേറ്റ്സ് പ്രകാരം 2030 വരെ 100 ലക്ഷം കോടിയിൽ നിന്ന് അധികം ഇവിടെ ക്രോസ് ചെയ്യും. അപ്പൊ ഇതിന് ഏകദേശം 14% CAGR ഗ്രോത്ത് ആണ് ഇവിടെ കാണുന്നത്. ഇപ്പം നമ്മൾ ഫൈനാൻഷ്യൽസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ICICI പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനി ലിമിറ്റഡ് കഴിഞ്ഞ 2 വർഷത്തിൽ സ്ട്രോങ് ഗ്രോത്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സെയിൽസും പ്രോഫിറ്റും ഏകദേശം 32% ഗ്രോത്ത് ഉണ്ട്. പക്ഷെ കുറച്ച് മാർജിൻ പ്രഷർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഫീസും കമ്മീഷൻ എക്സ്പെൻസും വളരെ കൂടുതലായതുകൊണ്ടാണ്. മെയിൻലി ഓൾട്ടർനേറ്റീവ് സെഗ്മെന്റ് അഗ്രസീവ് ആയിട്ട് സ്കെയിൽ ചെയ്തുകൊണ്ട് ഇവിടെ കമ്മീഷൻ AMC ലെവലിൽ തന്നെ പേ ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഒപ്പം ഫെയർ വാല്യൂ ഗെയിൻസും 320 കോടിയിൽ നിന്ന് ഏകദേശം 225 കോടി വരെ കുറഞ്ഞു. അപ്പൊ ഇത് ഹൈ മാർജിൻ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കുറവ് ഓവറോൾ പ്രോഫിറ്റ് മാർജിനിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്.
പക്ഷെ പോസിറ്റീവ് പോയിന്റ് എന്താന്ന് വെച്ചാൽ ആവറേജ് AUM മാർജിൻ സ്റ്റേബിൾ ആയിട്ട് തന്നെ ഇരുന്നു. ROയും ഗ്രാജുവലി ഇവിടെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവരുടെ ലേറ്റസ്റ്റ് ഫൈനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ Q3 FY26 കമ്പനി സ്ട്രോങ് ഗ്രോത്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. റവന്യൂ ഏകദേശം 23.5% ഇയർ ഓവർ ഇയർ കൂടി 1515 കോടിയായി. അതുപോലെ അതർ ഇൻകം നെഗറ്റീവ് നിന്ന് പോസിറ്റീവായി 109 കോടിയായി. അപ്പൊ ഇതുകൊണ്ട് ടോട്ടൽ ഇൻകം 35% ഇയർ ഓവർ ഇയർ ഇവിടെ വളർന്നു. ഇവിടുത്തെ മെയിൻ ഗ്രോത്ത് ഫാക്ടർ AUM എക്സ്പാൻഷൻ ആയിരുന്നു. ICICI Prudential Asset Management Company Limited മ്യൂച്വൽ ഫണ്ട് AUM 23% ഇയർ ഓവർ ഇയർ കൂടി 10.77 ട്രില്യൺ എത്തി. അപ്പൊ എക്സ്പെൻസ് സൈഡിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കൺട്രോൾ നന്നായിട്ടുണ്ടായിരുന്നു. ഏകദേശം 8.5% മാത്രം ഇവിടെ കൂടി. ഇതിന്റെ റിസൾട്ട് ആയിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 30% ഇയർ ഓവർ കൂടി 1110 കോടിയായി. നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 45% കൂടി 917 കോടിയായി. അപ്പൊ ഗ്രോത്ത് മൊമെന്റും ഇവിടെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇവിടെ തോന്നുന്നുണ്ട്. ഇപ്പൊ ഡിസംബർ 2025 മന്ത്ലി SIP ഇൻഫോ 5000 കോടി ഇവിടെ എത്തി. ഏകദേശം 18.6% ഇയർ ഓവർ ഇയർ ഗ്രോത്ത് ഉണ്ട്. അതിനൊപ്പം യൂണിക് കസ്റ്റമേഴ്സ് ഏകദേശം 16.2 മില്യൺ വരെ കൂടി. അപ്പൊ ഇത് ഏകദേശം 12% ഇയർ ഓവർ ഇയർ ഇൻക്രീസ് ആണ് കാണിക്കുന്നത്. ഇപ്പൊ ലോങ് ടേം ഔട്ട്ലുക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇന്ത്യയുടെ മ്യൂച്വൽ ഫണ്ട് AUM to GDP റേഷ്യോ ഏകദേശം 20% മാത്രമാണ്. പക്ഷേ ഫ്രാൻസ് പോലുള്ള കൺട്രീസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ഏകദേശം 81%. ഇപ്പൊ US ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ 124% വരെ ഉണ്ട്. ഇപ്പൊ ഇൻഡസ്ട്രിയിൽ ഏകദേശം 14% CAGR ഗ്രോത്ത് 2030 വരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോത്ത് റൺവേ ഇനിയും വളരെ ലോങ് ആണ്, എസ്പെഷ്യലി ചെറിയ സിറ്റികളിൽ. ഇപ്പൊ ഫസ്റ്റ് ടൈം SIP ഇൻവെസ്റ്റേഴ്സ് അതുപോലെ റിട്ടയർമെന്റ് ഇൻവെസ്റ്റിംഗ് പോലുള്ള സെഗ്മെന്റ്സിൽ. എന്നാൽ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ കുറച്ച് റിസ്ക് ഉണ്ട്. അപ്പൊ അത് നമ്മളിവിടെ മനസ്സിലാക്കണം. അപ്പൊ ആദ്യത്തെ വാല്യുവേഷൻ റിസ്ക് ആണ്. ICICI Prudential Asset Management Company Limitedന്റെ EV/EBITDA ഏകദേശം 72x ആണ്. പക്ഷേ ഇൻഡസ്ട്രി മീഡിയൻ ഏകദേശം 17x മാത്രമാണ്. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ EV/EBITDA എന്ന് പറയുന്നത് കമ്പനി അക്യൂർ ചെയ്യാൻ വേണ്ടി എത്ര കോസ്റ്റ് ആകും എന്നുള്ളത് അതിന്റെ ഓപ്പറേറ്റിംഗ് ഏർണിംഗ്സ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് വാല്യുവേഷൻ പ്രീമിയം സൈഡിലാണെന്നാണ് തോന്നുന്നത്. ഇനി രണ്ടാമത്തെ ഗ്രോത്ത് കൺസ്ട്രെയിൻ റിസ്ക് ആണ്. അപ്പൊ കോർ ഇക്വിറ്റി സെഗ്മെന്റ് ഇൻഫ്ലോയിൽ ഒരു സ്ലൈറ്റ് സ്ലോ ഡൗൺ ഇവിടെ കാണുന്നുണ്ട്. ഇപ്പൊ നെറ്റ് സെയിൽസ് Q2 FY26 1400 മില്യൺ നിന്ന് Q3 1100 മില്യൺ വരെ ഇവിടെ കുറഞ്ഞു. അപ്പൊ ഇതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ മാർക്കറ്റ് വാല്യൂഷൻ കൂടുതലായി തോന്നിയതുകൊണ്ട് കമ്പനി ടെമ്പററി ആയിട്ട് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ് സ്കീമിലും ലംസം ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ റെസ്ട്രിക്ട് ചെയ്തു. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സഹായിക്കും. പക്ഷെ ഷോർട്ട് ടേമിൽ ഇൻഫ്ലോയും റവന്യൂ ഗ്രോത്തും കുറച്ച് സ്ലോ ആവാൻ വേണ്ടിയിട്ട് കാരണമാണിത്. സോ ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.